ഇടമലക്കുടിയിൽ വയോധികനെ ചുമന്ന് ആശുപത്രിയിൽ കൊണ്ടുപോയ സംഭവത്തിൽ പട്ടികജാതി വകുപ്പ് മന്ത്രി കെ.എ. തുളസി റിപ്പോർട്ട് ആവശ്യപ്പെട്ടു. ജില്ലാ ട്രൈബൽ ഓഫീസറോടാണ് റിപ്പോർട്ട് ആവശ്യപ്പെട്ടത്. വിഷയത്തിൽ റോഡുകളുടെ ശോചനീയാവസ്ഥ ഉൾപ്പെടെ ചൂണ്ടിക്കാട്ടി പ്രാഥമിക റിപ്പോർട്ട് സമർപ്പിച്ചു. യാത്രാ ദുരിതത്തിന് ഉടനടി പരിഹാരമുണ്ടാകണമെന്ന് ഇടമലക്കുടി നിവാസികൾ ആവശ്യപ്പെട്ടു. സംസ്ഥാനത്ത് സർവ്വമേഖലയിലും വികസനമെത്തിയെന്ന് മാറി മാറി വരുന്ന സർക്കാരുകൾ അവകാശപ്പെടുമ്പോഴും ആദിവാസി ഉന്നതികളിലെ അടക്കം ആളുകൾ നേരിടുന്നത് വലിയ ദുരിതമാണ്. ഇതിനിടയിലാണ് കഴിഞ്ഞ ദിവസം ഇടമലക്കുടി ഗൂഡല്ലാർകുടി സ്വദേശിയായ 75 വയസ്സുകാരൻ മാലയപ്പനെ ആശുപത്രിയിലെത്തിക്കാൻ ഇടമലക്കുടി നിവാസികൾ കിലോമീറ്ററുകളോളം ചുമന്നുകൊണ്ടുപോയത്. ആയുസിന്റെ ബലം കൊണ്ട് മാത്രമാണ് മാലയപ്പന് ജീവൻ തിരികെ ലഭിച്ചത്. കഠിനമായ പനിയും ശരീരവേദനയെയും തുടർന്ന് അവശനായ ഇദ്ദേഹത്തെ കമ്പുകളിൽ തുണികെട്ടി കിലോമീറ്ററുകൾ വനത്തിനുള്ളിലൂടെ ചുമന്നാണ് ആശുപത്രിയിൽ എത്തിച്ചതെന്ന് ബന്ധുക്കൾ പറഞ്ഞു. ഞങ്ങൾ ഇടമലക്കുടിയിലാണ് താമസിക്കുന്നത്. അത്യാവശ്യത്തിന് വണ്ടി സൗകര്യമൊന്നും ഇല്ലാത്ത ഒരു മേഖലയാണ്. നടപ്പാതയിലാണ് ഞങ്ങൾ നടക്കുന്നത്. സാധനം മേടിക്കാൻ വരണമെങ്കിൽ നടന്നു തന്നെ വരണം. അത്യാവശ്യം റോഡില്ലാത്താണ് ഏറ്റവും കൂടുതൽ. ഇന്നലെ പോലും ഇങ്ങനെ സംഭവം ഉണ്ടായി. എൻ്റെ അമ്മാവന് ഞങ്ങൾ കുടിക്കാരെല്ലാവരും കൂടി ചേർന്ന് മീൻകുത്തി കൊള്ളാറ് കുടിയിലുള്ള എല്ലാവരും കൂടി ചേർന്നിട്ടാണ് ചുമന്നുകൊണ്ട് വന്നത്. തൊട്ടി കെട്ടിയിട്ട് 5 കിലോമീറ്റർ ചുമന്നിട്ടാണ് ഞങ്ങൾ ആനക്കുളം മെയിൻ റോഡിലെത്തിയത്. അത്യാവശ്യം ജീപ്പും ബസ്സൊക്കെ വരുന്ന റോഡാണ് ആനക്കുളം. ആനക്കുളത്ത് നിന്നൊരു 4 കിലോമീറ്റർ ദൂരമേ ഉള്ളൂ മീൻകുത്തിക്ക് പോകാൻ. മീൻകുത്തിക്ക് അത്ര കിലോമീറ്റർ ഉള്ളൂ. ഈ വഴിയൊന്ന് ഞങ്ങൾക്ക് തുറന്നു തന്ന ബഹുമാനപ്പെട്ട ബന്ധപ്പെട്ട അധികാരികൾക്ക് വേണ്ടി. ഫോറസ്റ്റുകാർ പറയുന്നുണ്ട് ഇതിന്റെ NOC കിട്ടാത്തതുകൊണ്ടാണ് പണിയാത്തത്. അപ്പൊ NOC തരാത്തത് ബഹുമാനപ്പെട്ട അധികാരികൾ അത് കൃത്യമായിട്ട് ഒന്ന് നോക്കിയിട്ട് NOC വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ പണി തുടങ്ങാം. അത്യാവശ്യം പണിയൊക്കെ നടക്കാം. ഒരു 3 അടി പാതയെങ്കിലും ഞങ്ങൾക്ക് പണിയാം. ഇപ്പൊ NOC തരാത്തതുകൊണ്ടാണ് ഞങ്ങൾ റോഡ് പണിയാത്തത്. അപ്പോൾ റോഡ് ഫോറസ്റ്റുകാർ അങ്ങനെ അത് അനുവാദമില്ലാതെ പണി ചെയ്താൽ NOC കിട്ടാതെ പണി ചെയ്താൽ കേസായാൽ പിന്നെ അത് പ്രശ്നമാകും. അതുകൊണ്ട് പേടിച്ചിട്ടാണ് ഞങ്ങൾ പണിയാത്തത്. പിന്നെ തൊഴിലുറപ്പ് പണിയുന്നുണ്ടായിരുന്നു നേരത്തെ. ഇപ്പൊ അത് തൊഴിലുറപ്പ് വരാത്തതുകൊണ്ട് തൊഴിലുറപ്പ് പണിയുന്നില്ലായിരുന്നു. ഗൂഡല്ലാർകുടിയിൽ നിന്നും ആനക്കുളത്തേക്കുള്ള 5 കിലോമീറ്റർ റോഡ് യാഥാർത്ഥ്യമായാൽ പ്രശ്നത്തിന് പരിഹാരമാകും. ഇതിനായി പഞ്ചായത്ത് 10 കോടി രൂപയുടെ എസ്റ്റിമേറ്റും തയ്യാറാക്കിയിട്ടുണ്ട്. വനംവകുപ്പ് ഉൾപ്പെടെ തടസ്സം നിൽക്കുന്നതിനാൽ വിവിധ വകുപ്പുകളുടെ ഏകോപനത്തിലൂടെ മാത്രമേ പദ്ധതി നടപ്പിലാക്കാൻ കഴിയൂ. സർക്കാരിന്റെ അടിയന്തര ശ്രദ്ധ ഉണ്ടായില്ലെങ്കിൽ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ആവർത്തിക്കേണ്ടി വരുമോ എന്ന ആശങ്കയിലാണ് കുടിനിവാസികൾ.